ഹേ ഓൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലുള്ളത്. നമ്മൾ തിരുവല്ലക്കുള്ള ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നാളെ ഒരു ഇവൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളെ ബാഗുമായിട്ടാണ് വന്നത്. ബാഗിലൊരു സാധനം ഉണ്ട്. യെസ്, നമ്മളെ ടിൽറ്റും കൊണ്ടാണ് വന്നത്. അപ്പോൾ ടിൽറ്റ് എടുത്തൊരു ആദ്യമായിട്ടൊരു ലോങ് ചവിട്ടാൻ പോവാണ്. നാളെ തിരുവല്ല ഹോസ്പിറ്റലിൻ്റെ ഒരു ബിഫിറ്റ് 100 എന്ന് പറഞ്ഞൊരു റൈഡ് വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. അപ്പം നമുക്കുള്ള ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ സൈക്കിൾ പാക്ക് ചെയ്തു, കവറിനൊക്കെ എടുത്ത് അൺഫോൾഡ് ചെയ്തു. ഇനിയിപ്പം കവറ് ബാക്കിൽ പാക്ക് ചെയ്തിട്ട് നമുക്ക് മെല്ലെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൽവേയിൽ നിന്ന് സൈക്കിളൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങി നേരെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. നാളെ അവിടെ നിന്നാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് റൂമൊക്കെ അവരവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നേരെ അവിടേക്ക് പോകാം. അങ്ങനെ നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റല്. അപ്പോൾ നമുക്ക് ഇന്നലെ വന്ന ഉടനെ തന്നെ നമുക്ക് ജേഴ്സി കിട്ടി. DM3യുടെ ജേഴ്സിയാണ്. അപ്പം സമയം രാവിലെ 4:30 ആയിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. വേറെയും കുറേ സൈക്ലിസ്റ്റുകളുണ്ട്. അവരൊക്കെ രാത്രി വന്നതാണ്. അപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കുള്ള ജേഴ്സി ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജേഴ്സി ഒക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയതാണ്. ഇനി അവിടെ പോയിട്ട് രജിസ്ട്രേഷൻ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കാണാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇതാണ് ഹോസ്പിറ്റൽ വരുന്നത്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് സൈക്ലിസ്റ്റുകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. യെസ്, അങ്ങനെ നമുക്ക് നമ്മുടെ ബിബ് നമ്പർ കിട്ടി. ഇതിൽ പേര്, കോണ്ടാക്ട് ഡീറ്റെയിലൊക്കെ എൻ്റർ ചെയ്താട്ടോ വന്നത്. പക്ഷേ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എൻ്റെ നമ്പർ തന്നെയാണ് എമർജൻസി കോണ്ടാക്റ്റിലും വന്നത്. അതെങ്ങനെ ഞാൻ കൊടുത്തത് തെറ്റാണോ വേറെ തെറ്റാണോന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതിന് സൈക്കിളിൽ ടാഗ് ചെയ്യണം. ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. ഏകദേശം ഇവന്റ് സ്റ്റാർട്ട് ആവാനായിട്ട് സ്റ്റാർട്ടിങ് സെക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ വണ്ടി ലൈനപ്പ് ആവാൻ നോക്കുകയാണ്. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 1 കിലോമീറ്റർ കവർ ചെയ്ത് ഇങ്ങോട്ട്. കുഴപ്പമില്ല, ആദ്യമായിട്ടാണ് ടിൽറ്റുമായിട്ട് ഇത്രയും ദൂരം വരുന്നത്. ഇത്രയും ദൂരം എന്നല്ല, ടിൽറ്റ് ഒരു 30 കിലോമീറ്ററിൻ്റെ മേലേക്ക് ചവിട്ടാൻ പോകുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഏകദേശം ഒരു 13ഓളം കിലോമീറ്റർ ചവിട്ടി. കുഴപ്പമൊന്നുമില്ല. മിക്സഡ് ടെറൈനാണ്, കയറ്റോ ഇറക്കോ അങ്ങനെ വരുന്നുണ്ട്. റോഡ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ട് ചവിട്ടാൻ വലിയ പ്രശ്നമില്ല. റോഡ് ബൈക്കാരൊക്കെ മുന്നിൽ പറന്നു പോയിട്ടുണ്ട്. നമ്മൾ ബാക്കിലാണ്. എന്നാലും കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. 20.3 ആവറേജ് പോകുന്നുണ്ട്. അപ്പം ഇതൊരു ടെസ്റ്റിംഗ് ആണ്. നമ്മുടെ ടിൽറ്റ് വെച്ചിട്ട് ഒരു 100K എങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഇൻഷാ അല്ലാ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. നമ്മളൊരു അണ്ടർപാസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് കുറച്ച് മോശമുണ്ട്. അത് അണ്ടർപാസ് കവർ ചെയ്യുന്ന ഭാഗം മാത്രം. നമ്മളിപ്പം
22 കിലോമീറ്റർ ഏകദേശം കവർ ചെയ്തു. 20.8 കിലോമീറ്റർ ആവറേജ് പോകുന്നുണ്ട്. നമ്മളിത് 31 കിലോമീറ്റർ ചവിട്ടി. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഹൈഡ്രേഷൻ പോയിന്റിൽ നിർത്തിയാണ്. ചായയും ഉണ്ണിയപ്പമൊക്കെ ഉണ്ട്. നമ്മളെ MC റോഡാണ്. അത്യാവശ്യം നല്ല റോഡൊക്കെ അടിപൊളിയാണ്. ചെറിയ ചെറിയ ക്ലൈമ്പുകളും കാര്യങ്ങളേ ഉള്ളൂ, വലിയ വലിയ ക്ലൈമ്പ് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇതുവരെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പോയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് നിർത്തിയാണ്. ബ്രോ ഇവിടെ എല്ലാ വണ്ടിയും ചെക്കിങ് ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടിയിലും ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്, അത് വെച്ചാണ് ചെക്കിങ് ചെയ്യുന്നത്. മതി. ഞാൻ കരുതിയത് ഞാൻ അത്യാവശ്യം പുറകിലാണെന്നാണ്. പക്ഷെ നമ്മളെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. ഏകദേശം 100 ആൾക്കാരെ മേലെ ഉണ്ട്. ഇത് നല്ല അടിപൊളി വെൽ കോർഡിനേറ്റഡ് ഒരു പ്രോഗ്രാമാണ്. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. എന്തായാലും പങ്കെടുക്കാൻ പറ്റിയാലും വളരെ സന്തോഷം. അപ്പം നമ്മളിങ്ങനെ പന്തലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വയലിൽ അടിപൊളി ഒരു കാഴ്ചയാണല്ലോ. മഞ്ഞ് വീണ് എടുക്കുന്ന വയലിൽ നല്ല അടിപൊളി സീനറി ആയിട്ടൊന്ന്. അവിടെ സൺറൈസ് ഉണ്ട്, ഇവിടെ മഞ്ഞുണ്ട്. നല്ല അടിപൊളി മോർണിംഗ്. അപ്പം നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയതാണ്. കരിങ്ങാലിപ്പുഞ്ച പറയുന്ന സ്ഥലമാണ്. അവിടെ രാവിലെ ഫ്രഷ് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡ്രോൺ ഷൂട്ട്, വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഫോട്ടോ എടുത്തത് അപ്പം ഇതൊരു നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലായിട്ടാൽ ചെറിയൊരു കനാലുണ്ട്. പിന്നെ രണ്ട് ഭാഗത്തും പാടങ്ങളാണ്. ഇവിടെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. നല്ല അടിപൊളിയൊരു വ്യൂ. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന രീതിയിലുള്ളൊരു കാഴ്ചയല്ല, വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കാഴ്ച. ഇവിടെ അതേപോലെ ആളുകൾ പിടിച്ചു കൊണ്ടുവന്ന് കാണിച്ച മീനുകളുണ്ട്, വ്രാലുകളുണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ പിടിക്കുന്ന എന്ത് സംഭവം? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ എന്താ? വെള്ളം അടിച്ചു പറ്റി. അപ്പം നമ്മളവിടുന്ന് വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റൈഡേഴ്സിൻ്റെ കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു. ഒരു വെൽ സ്പെൻഡ് എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളി മോർണിംഗ്. നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചകളും ക്ലൈമറ്റും അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്നും ഒരേ ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എക്സ്പീരിയൻസിങ് ദ വെറൈറ്റീസ്. അങ്ങനെ നമ്മൾ 51 കിലോമീറ്റേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഇപ്പം സമയം 8 മണി ആയിട്ടുണ്ട്. അറൗണ്ട് ഒരു 3 hours അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൻ്റെ അടുത്ത് നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പോവുകയാണ്. നല്ല ഇപ്പോൾ കുറച്ചൊരു ടൗണിലേക്ക് കയറിയിട്ടുണ്ട്. റോഡ് ചെറിയ റഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹൈഡ്രേഷൻ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇവർ നമ്മളെ ബൈക്ക് സ്കാൻ ചെയ്യുന്നുണ്ട്. ചേട്ടാ അത് സ്കാൻ ചെയ്തു. ഇവർ ചെക്കിൻ ചെയ്യാണ് നമ്മൾ ഓരോ പോയിൻറ്റ്സും എത്തി എന്നുള്ളത്. ഇവിടെ നമുക്ക് ഫുഡുണ്ട്, ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമുക്കിവിടെ സാൻഡ്വിച്ച് ഉണ്ട്, ബോയിൽഡ് എഗ് ഉണ്ട്, ബോയിൽഡ് ബനാന ഉണ്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ടീ ഉണ്ട്.
നല്ല സാൻഡ്വിച്ച് ഉണ്ട്, ബോയിൽഡ് എഗ്ഗും പിന്നെ ബോയിൽഡ് ബനാനയുണ്ട്. സാൻഡ്വിച്ച് കൊള്ളാം. നമ്മൾ ഇവന്റിന് വന്നേരം നമ്മളെ ഒരു പരിചയമുള്ള ഒരാളെ കട്ടി. ഹായ് നാസറിക, എന്തൊക്കെയാണ്? കാലിക്കറ്റ് നിങ്ങൾ ഇവിടെയാണ് നമ്മളെ ഷോപ്പ് എവിടെ വരുന്നത്? ശരിക്കും നാഷണൽ ഹൈവേയിലാണ്. കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം നമ്മൾ ശരിക്കും ഇങ്ങോട്ട് മാറ്റിയതാണ്. ഓ, താൽക്കാലികമായിട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലോ. ഈ ചെക്ക് പോയിന്റ് അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി. ഓക്കെ ചെക്ക് പോയിന്റ്. ഓക്കെ, നമ്മൾ കുറേ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, അതേ നേരിട്ട് കാണണം. എന്തായാലും കണ്ടത് സന്തോഷം. ഓക്കെ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഉണ്ടല്ലേ ബൈക്കിനൊക്കെ, ഗ്രാവൽസിന്? ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് നമുക്ക് ഓഫർ പ്ലസ് ഈ 12,500 വിലയുള്ള ബൈക്ക് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ കണ്ടു ഓഫറും നിലവിൽ ഓഫറുണ്ട്. പിന്നെ അത് കൂടാതെ ബൈക്ക് കമ്പ്യൂട്ടേഴ്സും വരുന്നു. ഭയങ്കര ഓഫറുണ്ട്. ഓക്കെ, കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ ഇനി കുറഞ്ഞ ദിവസം കൂടി ഉള്ളൂ, 2 ദിവസം കൂടി. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ ചവിട്ടി ഏകദേശം ഒരു 63 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ കായംകുളം വഴി വന്ന് മാവേലിക്കരക്കാണ് ഇപ്പം പോകുന്നത്. അവിടുന്ന് നേരെ തിരുവല്ല. ടോട്ടൽ 100 കിലോമീറ്റർ ആണ് റൈഡ് വരുന്നത്. കാലാവസ്ഥ ഇങ്ങനെ ചൂട് പിടിച്ച് വരുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ ഒരു പൂച്ച കാത്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ 3rd ഹൈഡ്രേഷൻ മോഡലിലേക്ക് വന്നതാണ്. സോറി, പീനട്ട് ക്യാൻഡി ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. ഇനി ഇവിടുന്ന് അറൗണ്ട് ഒരു 30 കിലോമീറ്റേഴ്സിൻ്റെ അടുത്താണ് നമുക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ളത്. ഞാൻ അടുത്തൊരു പാലെത്തി. എനിക്ക് തോന്നുന്നു 3ാമത്തെ പാലം എങ്ങനെയാണെന്ന് ക്രോസ് ചെയ്യുന്നത്. ഇതേതാ? പ്രായിക്കര പാലം. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ നല്ല ഹരമുണ്ട്. ഇതെന്തിനാ ഈ പകല് കത്തുന്നേ? എന്തോ അറിയാത്ത ഏതോ നാട്ടിൽ കൂടെ ഇങ്ങനെ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈസ് എക്സ്പീരിയൻസ് ഹിയർ. അങ്ങനെ നമ്മൾ റൈഡ് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്ത ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട്. ഒരു 100 മീറ്ററും 200 മീറ്ററും കൂടെ ഉള്ളൂ. ഇത് 100 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് 100 കിലോമീറ്റർ തികച്ചു വരുന്നില്ല, 95ൻ്റെ അടുത്താണ് വരുന്നത്. നമ്മളിതാ നമ്മളെ ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് വരുന്നത്, ബിലീവേഴ്സ് ചർച്ച്. രാവിലെ ഷാർപ്പ് 5 മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട്. 5:10 ആയിട്ടുണ്ട്. ഇപ്പം 11 മണി കറക്റ്റ് ആയിട്ടുണ്ട്. ഏകദേശം 6 മണിക്കൂർ. അതിലൊരു 1 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ ഏകദേശം ഒരു 5-5.5 മണിക്കൂർ. ആവറേജ് സ്പീഡ് വന്നത് 19 സ്റ്റാർട്ടിങ്ങിൽ ഒരു 21-22 ആവറേജ് വരെ കീപ്പ് ചെയ്ത് പോയിരുന്നു. പിന്നെ നമ്മളൊന്ന് ഡൗൺ ചെയ്തതാണ്. കൂടെയുള്ള റൈഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഇവിടുന്ന് പരിചയപ്പെട്ടെ. അപ്പോൾ അവരൊക്കെ കുറച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ മെല്ലെ ചവിട്ടി പോയതാണ്. ഒരു 19-20 റേഞ്ച് കീപ്പ് ചെയ്തിട്ട്
എന്തായാലും നമ്മുടെ ടിൽറ്റൂട്ടൻ കൊള്ളാം, കുഴപ്പമില്ല. ഇതുവരെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ടിന്യൂസ് ചവിട്ടിയതാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സിറ്റിംഗ് കംഫർട്ടിലാണെങ്കിലും ഇഷ്യൂസൊന്നുമില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഫൈനലി വി റീച്ച്ഡ് ഹിയർ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഫൈനൽ ചെക്കിങ് ചെയ്യാൻ വേണ്ടിയാണ്. താങ്ക് യു. അപ്പോൾ ഫൈനൽ ചെക്കിനും കഴിഞ്ഞു. മേലെ 4th ഫ്ലോറിലാണ് ഫങ്ഷന്. സർട്ടിഫിക്കറ്റ്, മെഡൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ട്. പിന്നെന്താ ഒരു സ്ക്രീനിങ് കാര്യങ്ങൾ, പിന്നെ ലഞ്ചൊക്കെ ഉണ്ട്. അപ്പം പോയി നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദൂരത്തുനിന്ന് വന്നിരിക്കുന്ന ആള് റിഷാദാണ്, ഫ്രം കോഴിക്കോട്. താങ്ക് യു റിഷാദ്. റിഷാദ് പറഞ്ഞൊരു കാര്യം, റിഷാദ് അവിടുന്ന് എറണാകുളത്തിന് ഇപ്പുറത്തോട്ട് തിരുവല്ല അല്ലെ കോട്ടയം വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അതും ഞങ്ങളുടെ ഒരു 100Kക്കാണ് വരുന്നത്. വളരെയധികം സന്തോഷം റിഷാദ്, താങ്ക് യു. റിഷാദ് ഇതിൽ ഉച്ച വരെ ജോലി ചെയ്തു. അതിനുശേഷം ട്രെയിനിൽ കയറി കായംകുളം ഇറങ്ങിയിട്ട് കായംകുളത്ത് നിന്ന് അടുത്ത ട്രെയിനിൽ കയറി തിരുവല്ല ഇറങ്ങി, അങ്ങനെ വരുവാണ്. അത് ഏത് സൈക്കിളാന്നുള്ളതാണ് അതിനേക്കാളും രസം. ഫോൾഡബിൾ, നമ്മുടെ ഡെക്കാത്തലോന്റെ സാധനം, ചെറിയ സാധനമാണ്. ചെറിയ ഇങ്ങനത്തെ കുറച്ചേറെ ഇൻസ്പിറേഷൻ സ്റ്റോറീസ് ആണ് നമ്മുടെ ഈ റൈഡുകൾ മൂലം സാധിക്കുന്നത്. ഇന്നും തീർച്ചയായിട്ടും എനിക്ക് കണക്കെടുക്കാൻ ഒത്തില്ല. എനിക്ക് തോന്നുന്നു 10 പേരിൽ കൂടുതൽ 100 ആദ്യമായിട്ട് ചവിട്ടി വരുന്നുണ്ട് ഇവിടെ. കഴിഞ്ഞ ഏകദേശം 13 പേരായിരുന്നു. അപ്പം നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന ഈ സപ്പോർട്ടാണ് ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഈ പ്രചോദനം. തീർച്ചയായിട്ടും അപ്പൊ ഇടയ്ക്ക് KCC-കാർ ഇതുപോലെയൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. അവിടെ പുതിയ 100 വേണ്ടേ? എന്തോ അത് ശരിയാണ്. ഓക്കെ, നിങ്ങൾ പരിപാടി വെക്കാൻ നമ്മൾ ഒരുമിച്ച് ചവിട്ടും. ഡീൽ. മിസ്റ്റർ ഹസീബ്, നമ്മുടെ ഇവന്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി. നല്ലൊരു ഇവന്റ് ആയിരുന്നു. ലാസ്റ്റിൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിൽ മൊത്തം നമ്മുടെ ടോട്ടൽ ബോഡി ഫാറ്റ് കാര്യങ്ങളൊക്കെ സ്ക്രീൻ ചെയ്ത് തന്നു. 100ൽ 80 മാർക്ക് തന്ന് കുഴപ്പമില്ല എന്നൊക്കെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചു. ഇനി നേരെ റൂമിലേക്ക് പോവാണ്. വൈകുന്നേരം 4:55 ട്രെയിന്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് എടുത്ത് നേരെ സ്റ്റേഷനിൽ പോകണം. അങ്ങനെ നമ്മൾ ഇവന്റ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ റിലേറ്റീവ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ പോയി തിരിച്ചു വരികയാണ്. ഇനി 4:55 ട്രെയിൻ. 4:23 ഒരു 8 കിലോമീറ്റർ വിടുന്നുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ലെങ്കിൽ എത്തേണ്ടതാണ്. അപ്പോൾ സ്പീഡിൽ പോവുക. ഓക്കെ, താങ്ക് യു ഓൾ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനോ കറക്റ്റ് സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോടെത്തി. അപ്പം നമ്മൾ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ടിൽറ്റുമായിട്ട് പോവുക. ട്രെയിനിൽ അങ്ങനെ കൊണ്ടുപോകാനുള്ളത് ഈ ടിൽറ്റ് സൈക്കിളായിട്ട് ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റുമോ, പിന്നൊരു കൊണ്ടുപോയാലൊരു 100 കിലോമീറ്റർ ചവിട്ടാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു എന്താ പറയുക ഒരു ട്രയൽ നടത്തിയായിരുന്നു. എന്തായാലും ഇപ്പോൾ സംഭവം നമ്മൾ വിജയിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. കുറച്ച് വെയിറ്റ് കൂടുതലാണെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെ തന്നെയാണ്. ട്രെയിൻ ഇറങ്ങി സൈക്കിളായിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.